ഉള്ളില്ലാത്ത ജീവികളെ പറ്റി കേട്ടാലോ? ടാരാസ്ക്. സിംഹത്തിന്റെ തല, കാളയുടെ ശരീരം, ദേഹത്തിന് മുകളിൽ ആമത്തോട്, അതിൽ നിറയെ ചെതുമ്പലുകളും മുള്ളുകളും, നെറ്റിയിൽ കൊമ്പ്, തേളിൻ്റേതുപോലുള്ള വാൽ, മൂർച്ചയുള്ള പല്ലുകൾ, കരടിയുടേതുപോലെ കൂർത്ത നഖങ്ങളുള്ള കാലുകളാണെങ്കിൽ 6 എണ്ണം. ആ രൂപം ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ഇത്തരമൊരു ജീവി മുന്നിലെത്തിയാൽ ആരായാലും പേടിച്ചു പോവില്ലേ? ടാരാസ്ക് എന്നാണ് ഈ ഭീകരന്റെ പേര്. ഫ്രഞ്ച് നാടോടി കഥകളിൽ പറയുന്ന ഭീകര ജീവിയാണിത്. ഒറ്റനോട്ടത്തിൽ ഒരു ഡ്രാഗൺ ആണെന്നേ ടാരാസ്കിനെ കണ്ടാ തോന്നൂ. എന്നാൽ യൂറോപ്പിലെ തന്നെ പല കഥകളിലും കാണുന്ന തീ തുപ്പുന്ന ഡ്രാഗണുമായി ഇതിനു വലിയ ബന്ധമൊന്നുമില്ല. വേഗത്തിൽ നീങ്ങാനും ദിശ മാറ്റാനും ടാരാസ്കിന് അറിയാം. ശക്തമായ നഖങ്ങളും പല്ലുകളും വിഷമുള്ള വാലും ഉപയോഗിച്ചുള്ള ആക്രമണം നേരിടാൻ എതിരാളിക്കാവില്ല. ടാരാസ്കിന്റെ ശരീരത്തിലെ തോട് തകർക്കാനോ തുളയ്ക്കാനോ പറ്റുന്ന ഒരു ആയുധവുമില്ല എന്നാണ് കഥ. മുന്നിലെത്തുന്നവരെ ആക്രമിക്കും, വഞ്ചികളും മറിച്ചും മുക്കും, കന്നുകാലികളെ അകത്താക്കും. ടാരാസ്കിന്റെ ഇത്തരം ആക്രമണങ്ങളുടെ കഥകൾ ധാരാളമുണ്ട്. പാവം മനുഷ്യർക്കുണ്ടോ ഇവനെ എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്നു? അതിന് ശ്രമിച്ച വീരന്മാരെ ഒന്നും പിന്നെ ആരും ജീവനോടെ കണ്ടിട്ടില്ല. എന്നാൽ ടാരാസ്കിനെ കീഴ്പ്പെടുത്താൻ ആയുധമല്ല വേണ്ടത് എന്നും കഥകളുണ്ട്. കൊടും ഭീകരനാണെങ്കിലും സ്നേഹം കാണിച്ചാൽ ടാരാസ്കിനെ മെരുക്കിയെടുക്കാത്രേ. ഫ്രാൻസിന്റെ തെക്കൻ ഭാഗത്തുള്ള ടാരാസ്കോൺ പട്ടണത്തിലെ റോൺ നദീ തീരത്തിനടുത്തു നിന്നാണ് ഇവന്റെ വരവ്. ടാരാസ്കോൺ എന്ന പേര് തന്നെ ഈ ഭീകരജീവിയുടെ പേരിൽ നിന്ന് വന്നതാണ്. ഭീകരജീവിയായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ടാരാസ്കിന്റെ പേരിൽ ഒരു ഉത്സവം ഉണ്ടത്രേ. ടാരാസ്ക് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഈ ഉത്സവത്തിൽ പാട്ടും നൃത്തവും ഒക്കെ ഉണ്ടാവും. ടാരാസ്കിന്റെ വലിയ പ്രതിമ കത്തിക്കുന്നതോടെയാണ് ഉത്സവം അവസാനിക്കുക. ഈ ഉത്സവം 2005 യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ടാരാസ്കോണിൽ ടാരാസ്കിന്റെ നിരവധി പ്രതിമകളുണ്ട്. നിരവധി വീഡിയോ ഗെയിമുകളിലും അനിമേഷൻ സീരീസുകളിലും സിനിമകളിലും ഈ ഭീകരജീവി കഥാപാത്രമാണ്.